Hi friends, welcome back to my channel. ഇന്ന് നമുക്ക് മട്ടൺ റോസ്റ്റ് ഉണ്ടാക്കാം. ഇതിനായിട്ട് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇത് മട്ടൺ 1/2 കിലോ ഉണ്ട്, നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തത്. 3 സവാളയും 10-15 ചെറിയ ഉള്ളിയും ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചത്. 3 പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും 4-5 അല്ലി വെളുത്തുള്ളിയും ചതച്ചത്. ഒരു തക്കാളി ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞത്. പിന്നെ 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇത്രയാണ് ആവശ്യമായിട്ടുള്ളത്. ഇനി ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. പാത്രം ചൂടാകുമ്പോൾ ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ഇട്ട് കൊടുക്കാം. അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും കൊച്ചുള്ളിയും ചേർത്ത് കൊടുക്കാം. സവാള വഴന്നു വരാൻ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. അത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഇത് ആവശ്യത്തിന് വഴന്നു വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. തീ കുറച്ച് വെച്ചിട്ട് വേണം പൊടി ചേർത്ത് കൊടുക്കാൻ. ഇനി അതിന്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി നന്നായിട്ട് വെന്ത് കിട്ടണം. അതുകൊണ്ട് നമുക്കത് കുറച്ചു നേരം ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഇപ്പൊ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി അതിലേക്ക് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി എടുത്തു വച്ചിരിക്കുന്ന മട്ടൺ ചേർത്ത് കൊടുക്കാം. ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പും ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. ഇനി അത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഞാനിത് കുക്കറിലാണ് വേവിക്കുന്നത്. കാണാനുള്ള എളുപ്പത്തിന് ഈ പാത്രത്തിൽ എടുത്തുന്നേ ഉള്ളൂ. ഇനി ഇത് കുക്കറിലേക്ക് മാറ്റി വേവിക്കാൻ പോവാണ്. ഇതിപ്പോ കുക്കറിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇതിനകത്ത് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. മട്ടണിൽ നിന്ന് ഇങ്ങോട്ട് വെള്ളം വന്നിട്ട് അത് വെന്തോളും. അല്ല, ഇനി ഒഴിക്കണമെങ്കിൽ തീരെ കുറച്ച് വെള്ളം ഒഴിക്കാവൂ. ഇതിനി മീഡിയം ഫ്ലെയിമിൽ 2 വിസിൽ വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഓരോ ടൈപ്പ് മട്ടണും വേവ് വ്യത്യാസമായിരിക്കും. നല്ല എളുപ്പമാണെങ്കിൽ അത് പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പോൾ ഓരോരുത്തരുടെ കയ്യിലിരിക്കുന്ന മട്ടണിനനുസരിച്ച് അതിന്റെ വേവിൽ വ്യത്യാസം വരാം. എങ്കിലും 2 വിസിൽ വരുന്നത് വരെ വെയിറ്റ് ചെയ്തിട്ട് അതിന്റെ പ്രഷർ മൊത്തം കളഞ്ഞത് നോക്കിയിട്ട് വെന്തില്ലെങ്കിൽ മാത്രം വീണ്ടും വേവിച്ചെടുത്താൽ മതി. ഇതിപ്പോൾ 2 വിസിൽ വന്നിട്ടുണ്ട്. അതിന്റെ പ്രഷർ എല്ലാം മാറ്റി ഇനി അത് തുറന്നു നോക്കാം. ഇപ്പോൾ അത്യാവശ്യം ഗ്രേവിയൊക്കെ ഉണ്ട്. മട്ടണിൽ നിന്ന് വെള്ളമൊക്കെ ഇങ്ങോട്ട് നന്നായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇതിപ്പോൾ കുക്കറിലായതുകൊണ്ട് കാണാൻ പ്രയാസമാണ്. ഞാൻ ആ പാത്രത്തിലോട്ട് തന്നെ മാറ്റാം. ഇനി ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. ഇത് അത്യാവശ്യം സ്പൈസി ആയിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇതിന്റെ എരി കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ കുരുമുളക് പൊടിയുടെയോ
പച്ചമുളകിൻ്റെയോ അല്ലെങ്കിൽ മുളക് പൊടിയുടെയോ ഒക്കെ അളവിൽ വ്യത്യാസം വരുത്തിയാൽ മതി. ഇത് നമുക്ക് നല്ല ഗ്രേവി ആയിട്ടാണ് വേണ്ടതെങ്കിൽ ഇതിൽ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതല്ല നല്ല ഡ്രൈ ആയിട്ടാണ് എടുക്കുന്നതെങ്കിൽ ഇത് നമുക്ക് വേണ്ട പരുവത്തിൽ കുറുകി വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇത് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. ഇതിപ്പോൾ അത്യാവശ്യം നല്ലതായിട്ട് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലാണ് ഞാൻ എടുക്കുന്നത്. ഇതിനെ ഒരു ബൗളിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മുടെ മട്ടൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.